രാധ ടീച്ചറുടെ മുക്കുറ്റിപ്പൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ കാൽപ്പാടുകൾ എന്ന കഥയിലെ 1-ാം ഭാഗം. കുട്ടാടൻ പാടശേഖരം കൊയ്ത്ത് ആരംഭിക്കുകയാണ്. ഗ്രാമത്തിലെ കൊയ്ത്തുകാരായ സ്ത്രീജനങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണൻചേട്ടൻ്റെ കാളിക്കുട്ടി, വേലായുധൻ ചേട്ടൻ്റെ കല്യാണി, വള്ളുവൻ പുലേൻ്റെ കാർത്തു, കാരയിലെ മീനാക്ഷി എടത്തി, കുഞ്ഞമ്മിണി, പാറുവല്യമ്മ, വള്ളിക്കുഞ്ഞമ്മ എന്നിവരുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ജന്മിയാണ് വേലായുധൻ വല്യച്ഛൻ. ഇവിടെ എല്ലാവരെയും പരസ്പരം വല്യച്ഛനെന്നും ചെറിയച്ഛനെന്നും അമ്മാവനെന്നും വല്യമ്മയെന്നും ഒക്കെയാണ് വിളിച്ചു വരുന്നത്. കുട്ടാടൻ പാടശേഖരത്തിൽ ഏറിയ പങ്കും വേലായുധൻ വല്യച്ഛൻ്റേതാണ്. 1000 നിലം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഏതാണ്ട് 1 മാസം കൊയ്ത്തുത്സവമായി എല്ലാവരും ആഘോഷിക്കുന്ന വേളയാണിത്. മുണ്ടു മടക്കി കുത്തി തലയിൽ ഒരു തോർത്തും കെട്ടി കൊയ്ത്തരിവാളുമായി കൊയ്ത്തുകാരികളെല്ലാം കണ്ടത്തിലിറങ്ങി നിരന്നു നിന്നു. കൊയ്ത്തുകാരികളിൽ ഏറ്റവും മൂത്ത വല്യമ്മ കൊയ്യേണ്ട രീതികളെക്കുറിച്ച് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. ആരും മറ്റുള്ളവരുടെ വരിയിൽ കയറി വരരുത്, നന്നായി താഴ്ത്തി അരിയണം, എന്നാൽ എല്ലാവരും കൃഷിദേവതയെ നമസ്കരിച്ച് കൊയ്യാൻ തുടങ്ങിക്കോളൂ. അനുവാദം കിട്ടിയതോടെ അരിവാളുകൾ അതിൻ്റെ പണി ആരംഭിച്ചു. കൊയ്ത്ത് മുന്നേറുന്നതനുസരിച്ച് വേലായുധൻ വല്യച്ഛൻ കാര്യന്വേഷണവുമായി വരമ്പത്ത് നടപ്പു തുടങ്ങി. ഒരു ഭാഗത്ത് നെൽക്കതിരുകൾ കൊത്തിയെടുക്കാൻ കിളികൾ വട്ടമിട്ടു പറക്കുന്നു. കതിരുകൾ കൊത്തിയെടുത്ത് പറക്കുന്നവരിൽ അധികവും തത്തമ്മ സുന്ദരികളാണ്. കൂട്ടത്തിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അരിപ്രാവുകളും പറന്നിറങ്ങുന്നുണ്ട്. ഒരിളം കാറ്റ് നെൽക്കതിരുകളെ തലോടിക്കൊണ്ട് കടന്നുപോയി. അതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നെൽച്ചെടികൾ ചാഞ്ചാടാൻ തുടങ്ങി. വേനലവധി ആയതുകൊണ്ട് കുട്ടികളെല്ലാം കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തുണിപ്പന്താണ് അവരുടെ കയ്യിലുള്ളത്. ഞാൻ കളി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അമ്മയുടെ ശബ്ദം കേട്ടത്. നീ അവിടെ എന്തെടുക്കുകയാടി? ചുരുട്ടുകൾ കെട്ടി കറ്റയാക്കുന്നില്ലേ? ഞാൻ ഇത്തിരി നേരം കളി കാണട്ടെ. കറ്റകളെല്ലാം കൊണ്ടുപോയി കളത്തിൽ വെച്ചതിന് ശേഷം കളി കണ്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ചുരുട്ടുകൾ മാത്രം അവിടെ കിടക്കും. ഈ അമ്മയുടെ ഒരു കാര്യം, ഒരു മിനിറ്റ് പോലും എന്നെ വെറുതെ ഇരുത്തുകയില്ല. കഷ്ടം തന്നെ. പിറുപുറത്തുകൊണ്ട് മനമില്ല മനമോടെ കണ്ടത്തിലിറങ്ങി ചുരുട്ടുകളെല്ലാം കെട്ടി കറ്റയാക്കി വെച്ചു. കൂട്ടുകാരികളായ കുഞ്ഞമ്മിണിയും കാർത്തുവും സുമതിയും കുമാരനും കാളിക്കുട്ടിയും കറ്റകൾ തലയിലേറ്റി നടന്നു തുടങ്ങി. ഞാനും അവരുടെ ഒപ്പം കൂടി. ഒരുപാട് ദൂരം നടക്കണം. പാടം കടന്ന് ചെമ്മൺപാതയിലേക്ക് കയറിയാൽ 2-3 ഇടവഴികളും തിരിവുകളും മുളങ്കാടുകളും കഴിഞ്ഞു വേണം വേലായുധൻ വല്യച്ഛൻ്റെ വീട്ടിലെത്താൻ. എത്ര വഴി ദൂരമെന്ന് കൃത്യമായി പറയാൻ അറിയില്ല. തലയിൽ കറ്റയുടെ ഭാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ഓട്ടമാണ്. കളിതമാശകളും സംസാരവുമെല്ലാം കറ്റ ഇറക്കി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഓടിയും നടന്നും ജന്മിയുടെ വീട്ടുമുറ്റത്തെത്തി. വലിയ 4 കെട്ടിനോട് ചേർന്ന മുറ്റം. യോജിച്ചതായ സ്ഥലം കണ്ടെത്തി ഓരോരുത്തരും ചുരുട്ടുകൾ വട്ടത്തിൽ അടുക്കി വെച്ചു. തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ കുട്ടിയോളെ അപ്പുറത്തേക്ക് പോന്നോളൂ, കാപ്പി കുടിച്ചിട്ട് പോകാം. വീട്ടമ്മയുടെ ശബ്ദമാണ്. അപ്പുറത്തെ വരാന്തയിൽ ചെന്ന് നിലത്തിരുന്നു. ഇലക്കീറിൽ ഉപ്പുമാവും ചെറുപഴവും ഓട്ട് ഗ്ലാസ്സിൽ കാപ്പിയും ഞങ്ങൾക്കും തന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മണിക്കുട്ടി വന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. വേലായുധൻ വല്യച്ഛൻ്റെ ഏക മകളാണ് മണിക്കുട്ടി. ഞങ്ങളെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ലജ്ജാശീലയാണ് അവൾ. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ പോകാനായി എഴുന്നേറ്റു. കാപ്പിക്കുടി കഴിഞ്ഞപ്പോൾ നടന്ന ക്ഷീണമെല്ലാം മാറി. കൊയ്ത്തുപാടത്തോടടുത്തപ്പോൾ നല്ല ഈണത്തിലുള്ള വായ്ത്താരി കേട്ടു. കൊയ്ത്തുകാരെല്ലാം പാട്ട് തുടങ്ങിയല്ലേ? കുമാരൻ പറഞ്ഞു. കാളിക്കുട്ടിയാണ് പാടിക്കൊടുക്കുന്നത്. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചതും ശ്രീരാമൻ സീതാദേവി വീണ്ടെടുക്കുന്നതും സീതയെ അഗ്നിശുദ്ധി വരുത്തി സ്വീകരിച്ചതുമായ കഥാഭാഗങ്ങളാണ് കാളിക്കുട്ടി പാടി തകർക്കുന്നത്. മറ്റുള്ളവർ അത് ഏറ്റുപാടുന്നു. തുടർന്ന് പാടി തുടങ്ങിയത് അമ്മയാണ്. അമ്മയ്ക്കറിയാത്ത കഥകളും പാട്ടുകളൊന്നുമില്ല. വായ്മൊഴിയായി പാടി പഠിപ്പിച്ച ധാരാളം പാട്ടുകൾ അമ്മയ്ക്കറിയാം. കൂടാതെ നാടോടി കഥകൾ, വിക്രമാദിത്യ കഥകൾ തുടങ്ങിയവയും അമ്മയുടെ വിജ്ഞാന ശേഖരത്തിലുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ നേരമാണ് അമ്മയുടെ കഥാകഥനം ആരംഭിക്കുന്നത്. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാലും നിർത്താതെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മയുടെ കഥ പറച്ചിലിൽ നിന്നാണ് വിക്രമാദിത്യ രാജാവിനെക്കുറിച്ചും വേതാളത്തെക്കുറിച്ചുമെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് കവളപ്പാറ ആനയുടെ വീരചരിതങ്ങളാണ്. എത്ര മനോഹരമായാണ് അമ്മ പാടുന്നത്. സംഘഗാനം പോലെ മറ്റുള്ളവരും ഏറ്റുപാടുന്നു. സംഗീതസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആദിത്യൻ്റെ ഉഗ്രമായ ചൂടിനെ പോലും അറിയുന്നില്ല. നല്ല ആസ്വാദനശേഷിയും കലാഹൃദയവും ഉള്ളവളാണ് അമ്മ. നാട്ടിൽ നടക്കുന്ന കലാപരിപാടികളൊന്നും വിട്ടുകളയാറില്ല. നാടകങ്ങൾ, ബാലെ തുടങ്ങിയ നൃത്ത പരിപാടികൾ വലിയ കമ്പമാണ്. സ്റ്റേജിൻ്റെ മുൻപിൽ തന്നെ സ്ഥാനം പിടിക്കും. കുട്ടികൾ ഉറങ്ങുമ്പോൾ കിടത്താനായി 2-3 തഴപ്പായകളും ചുരുട്ടി കൈവശം വെച്ചിരിക്കും. നാടകം കഴിഞ്ഞു വന്നാൽ അതിലെ ഓരോ രംഗവും വിശദീകരിച്ച് അഭിനയത്തിലെ പോരായ്മകളെയും ചൂണ്ടിക്കാട്ടും. അമ്മയ്ക്കിത്ര കഴിവ് എങ്ങനെയാണവ ലഭിച്ചത്? അമ്മയുടെ കലാവാസനയായിരിക്കാം ഏട്ടന്മാർക്കും ലഭിച്ചത്. അവർ നാടകങ്ങളിൽ പങ്കെടുത്ത് അഭിനയിക്കാറുണ്ട്.
ഞങ്ങൾ ചുരുട്ടെടുത്ത് പോരുമ്പോഴും പാട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് കാർത്തുവിൻ്റെ പാട്ടാണ്. കറ്റ മെതിക്കുന്നതും പതിരുമാറ്റാൻ നെല്ല് കാറ്റത്തിടുന്നതും 7 പറ നെല്ലളന്നാൽ 8ാമത്തെ പറ നെല്ല് കൂലിയായി കിട്ടുന്നതും എല്ലാമാണ് അവരുടെ പാട്ടിൽ കൂടി കേൾക്കുന്നത്. പിന്നീട് തങ്കമണിയുടെ ശബ്ദമാണ് കേട്ടത്. തങ്കമണിയുടെ ശബ്ദം ഏവർക്കും സുപരിചിതമാണ്. ഓണത്തിന് മുൻപ് മയ്യം പാടാൻ തങ്കമണിയും കുടുംബവും വീട്ടിൽ വരാറുണ്ട്. കഴിഞ്ഞാൽ ഏതു ദിവസവും അവർ വരാം. ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കും. ഉടുക്കിൻ്റെ ശബ്ദം കേട്ടാൽ ഞെട്ടിയുണർന്ന് ഉമ്മറത്തേക്ക് വരും. അപ്പോഴേക്കും പാടാൻ തുടങ്ങിയിരിക്കും. ശ്രീ ഭഗവതിയുടെ തിരുനാമങ്ങൾ പാടിക്കൊണ്ടാണ് അവർ ആരംഭം കുറിക്കുക. പോലുള്ള ശബ്ദമാധുര്യത്തിൽ അവൾ പാടുമ്പോൾ ഭഗവതി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു വരുമോ എന്ന് തോന്നും. ഞാറു നടുന്ന വേളയിലും അവൾ അസലായി നാടൻ പാട്ടുകൾ പാടാറുണ്ട്. ആ പാട്ടുകൾ കേട്ടു നടന്നപ്പോൾ കറ്റ ചുമടിൻ്റെ ഭാരം കുറയുന്നതായി തോന്നി. തങ്കമണിയുടെ സഹോദരങ്ങളും നല്ല കലാകാരന്മാരാണ്. മണിയും ഗോപിയും തങ്കപ്പനുമെല്ലാം മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. മാത്രമല്ല നാദസ്വരമേളത്തിലും ചെണ്ടമേളത്തിലും അവർ പ്രഗത്ഭരാണ്. വിട്ടുപോകാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.